ഞാൻ ചോദിച്ചല്ലോ എന്റെ കണ്ണേട്ടനെ കൊണ്ടുതരാൻ പറ്റുമെന്ന്. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെവി തരാം. നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ തന്നെ അപവാദങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഞാൻ. ദേവിയെ കാണാൻ വരുന്നത് എന്റെ സങ്കടങ്ങൾ പറയാനും എന്റെ ചുറ്റുമുള്ളവര് മനസ്സമാധാനത്തോടെ കഴിയണേന്നും പറയാനാ. എന്നാലും ഇവിടെ പലരും വരുന്നത് പരദൂഷണം പറയാനാ, മറ്റുള്ളവരെ കുത്തി നോവിക്കാനാ. അതിന് നിന്നു കൊടുക്കാൻ വയ്യ. കൃഷി ഓഫീസറൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടും. എന്നെ അങ്ങ് വിട്ടേരെ. ഇവളെയല്ലേ ഉണ്ണീട്ടൻ കിട്ടണമെന്ന് ഏട്ടൻ വാശി പിടിച്ചത്? ആ തുറഞ്ഞിട്ട് തന്നെയാ ഏട്ടനതേ ആ നിൽക്കുന്നവൻ ജയിലിലാക്കിയതും. എന്നിട്ട് അതിന്റെ പഴി മുഴുവൻ എന്റെ പപ്പയ്ക്കും. എന്തായാലും എന്നോട് വെറുപ്പാ. അങ്ങനെയുള്ളപ്പോ തന്നെ വെറുക്കാത്ത എനിക്ക് താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും എനിക്കൊന്ന് കണ്ടൂടെ? അതുകൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ലല്ലോ. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ടും എന്നെ ശല്യം ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊരു നേരം പോക്കാം. വെറും ഒരു കുട്ടിക്കളിയാ. മിക്ക വീടുകളിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് മോൾ ഓരോ ദിവസം കഴിയുന്തോറും ഉണ്ണിയെ മോളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അവളെ അവിടെ ഉള്ളവരൊക്കെ വെറുക്കണം. അവിടെ അടിഞ്ഞുകൂടിയ കാർത്തു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോണം. അതാ കൃഷി ഓഫീസറെ കല്യാണം കഴിച്ചോണ്ടാകാനും പാടില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഏതെങ്കിലും കൂലിപ്പണിക്കാരനാവണം അവളുടെ ഭർത്താവ്. ആ കൃഷി ഓഫീസർ വീണ്ടും അവിടൊക്കെ തന്നെ കറങ്ങുന്നുണ്ടോ മോളെ? അയാൾക്ക് അവളെ വേണോന്നും പറഞ്ഞു നടക്കുക. അങ്ങനൊക്കെ അവിടെ ഒരു സംസാരം അറിഞ്ഞോണ്ട് നിക്കണം. മോക്കതല്ലേ വേണ്ടു, അത് നടക്കും. ഇനി ജയിലിൽ നിന്ന് ഒരുത്തം വരുമ്പോഴും അത് തന്നെയാവും കാഴ്ച. അവൻ കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തിയവള് കാലണയ്ക്ക് ഗതിയില്ലാത്തവനൊപ്പം കരഞ്ഞോണ്ട് നിൽക്കുന്ന രംഗം അവനും കാണും. വിളവെടുപ്പ് നടത്തുമ്പോ അതിന്റെ റിസൾട്ട് കാണാം. സാറ് രാവിലെ ക്ലാസ് എടുക്കുവാണോ? ഞാൻ കൃഷി ഓഫീസിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ നാളെ കൃഷി ഓഫീസിലിട്ട് വാ. ശരി സാറേ. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞു? സാറിന് ഈ നാടങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലയോ? ഇവിടുന്ന് ഒരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കാൻ ആലോചന ഉണ്ടോ? വീട് വെച്ച് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം താമസിക്കാൻ നല്ലൊരു വീടുണ്ട്. പിന്നെ ഈ നാട്ടിൽ നിന്നൊരു പെണ്ണെടുത്ത കൊള്ളാം. എന്നിട്ടോ അവളെ മകളെ പോലെ വളർത്തിയവള് മാസങ്ങളെ പിന്നെ ജീവിച്ചുള്ളൂ. ഒരപകടത്തിൽപ്പെട്ട് രണ്ടുപേരും പോയി. പറയുമ്പോ പോയതെന്റെ അനന്തരവളം. അതിന്റെ സങ്കടമുണ്ട്. അതുകൊണ്ടാ എനിക്കും കനകേച്ചിക്കും കാർത്തൂനോട് ഇത്ര കലി. ഓഹോ, ഇങ്ങനൊരു പാസ്റ്റൊക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നോ? അത് മാത്രമല്ല സാറേ, വൃത്തികെട്ട മാർഗത്തിൽ സഞ്ചരിച്ച ഒരു അമ്മയുടെ മോളായിരിക്കുമല്ലോ അവളും. ആ മോശം ശീലമൊക്കെ അവക്കുണ്ട്. ഉണ്ണിക്കതറിയാം. അതുകൊണ്ടല്ലയോ കുട്ടിക്കാലം മുതൽക്കേ നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞിട്ടും അവരൊന്നിക്കാതിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ പഴയ വൈരാഗ്യമൊക്കെ മറന്ന് ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഓടിയെത്തിയത്. എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാല് ഒരുപാട് നന്ദിയുണ്ട്. ഓ, ഇനിയിപ്പോ ആ നാടൻ പെണ്ണ് എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പോലും അറിയാതെ പോയിക്കോളും. അങ്ങനെ പോയാ സാറിന്റെ ഭാഗ്യം. ഈ പ്രായത്തിൽ കൃഷി ഓഫീസറൊക്കെ ആയതല്ലേ, അതുകൊണ്ട് നല്ല നല്ല ബന്ധങ്ങൾ സാറിന് കിട്ടും. നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ സാറന്നും എന്നൊന്ന് മൂളിയാ മതി, നാളെ കെട്ട് നടക്കും. ശരി, ഞാൻ പറയാം. ആ, എന്നാ പിന്നെ സാറിന്റെ പണി നടക്കട്ടെ. എനിക്കും ഉണ്ട് ഒരു തോട്ടമൊക്കെ.
അവിടേക്ക് ഒരു ദിവസം ഞാൻ സാറിനെ കൂട്ടിക്കൊണ്ട് പോകും. ഇനി വരാൻ പോകുന്നത് കൃഷിക്കാരന്റെ കാലമാ, മണ്ണുള്ളവന്റെ കാലം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കാവശ്ശേരിയിലെ കള്ളക്കരണ നിന്റെ നാവിന്ന് വന്നോക്കെ ഞാൻ അപ്പോഴേ കാർത്തുപ്പി കഴിഞ്ഞു. ആരുമില്ലാത്ത സമയം നോക്കി മുറി കയറിയിരിക്കാം. നിന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറാൻ? ആരും പറഞ്ഞില്ല മാമി. കള്ളം പറയുന്ന നാവുള്ളവര് താമസിക്കുന്ന വീടല്ലേ ഇത്? അവര് വളർത്തുന്ന നീയും കള്ളമേ പറയൂ. മേലെ എന്റെ മുറി കയറി പോയത് എന്തെവിടെ? ഓ, കൊച്ചിനെ പറഞ്ഞു വിട്ടിരിക്ക ഇതിനകത്ത് അരിച്ചു പെറുക്കാൻ. ആണോടി? ഞാനാണോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? കൊച്ചിനെ കണ്ണുരുട്ടി കാണിച്ച അത് സത്യം പറയില്ലല്ലോ. കൊച്ചാണേലും വലുതാണേലും എന്റെ അനുവാദം കൂടാതെ എന്റെ മുറിയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൂട്ടുന്നത് മതി മോളെ വഴക്ക് പറഞ്ഞത്. മോള് വാ. എന്തിനടുത്തി മോളെ തല്ലിയത്? ഉണ്ണിയുടെ കല്യാണം കഴിയുന്നതിന് മുൻപ് ഏതു നേരവും മോള് ഉണ്ണിയുടെ മുറിയിൽ കയറുമായിരുന്നു. ചിലപ്പോഴൊക്കെ നിനക്കൊപ്പം കിടന്നിരുന്നത്. അവള് കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ നിങ്ങളുടെ മുറിയിൽ കയറി വിജിതയുടെ പൊട്ടോ മറ്റോ എടുത്തത്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അവളുടെ അച്ഛനിവിടെ ഇല്ലെന്ന് ബോധം ഇനിയെങ്കിലും അവൾക്ക് വേണം. അതുകൊണ്ടാ മേലും അവരൊരു ക്രൂരയായ സ്ത്രീയാ. ഉണ്ണിയുടെ ഏടത്തിയമ്മ. കൊച്ചൊരു പൊട്ടെടുത്തതിന് ഇങ്ങനെ തല്ലാവോ? നീ മോളെ വഴക്ക് പറഞ്ഞിട്ടല്ലേ എടുത്ത് തല്ലിയത്? എന്റെ മുറി കയറി ഓരോന്നെടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിനൊന്ന് താക്കീത് ചെയ്തു. അവിടെ തീരേണ്ട കാര്യങ്ങളാ. അതിനിങ്ങനെ അവിടെ ഇരുത്തി കഞ്ഞി കൊടുത്തുവിടടി. അവരെ ഉമ്മറത്തിരുത്തി സൽക്കരിക്കണോ? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇതാ ഞങ്ങളുടെ പതിവ്. അതാ ഇവിടെ വന്നിരുന്നത്. അതിന്റെ പേരിൽ ഇനി മോളെ വഴക്ക് പറയണ്ട. നാളെ മുതൽ ഞങ്ങൾ പറമ്പിലിരുന്നോളാം. അത് ഞങ്ങൾക്കൊരു കുറച്ചിലല്ല. കണ്ണനുമായിട്ടേ പാടത്തും പറമ്പിലും ഒക്കെ ഇരുന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. മൊത്തത്തി കഞ്ഞിക്കൂട്ടങ്ങളാ അവരെ ഊട്ടാൻ. ഇവളെപ്പോലൊരു പഴങ്കഞ്ഞിയും. പഴങ്കഞ്ഞി അവളെ അച്ഛനാ, പുളിച്ച പഴങ്കഞ്ഞി. പണിക്കാരൻ പയ്യന് വേണ്ടി അവളെ ഒന്ന് ആലോചിക്കണോന്ന് പറഞ്ഞേനാ ഇവര് മുഖം വീർപ്പിക്കുന്നത്. അതെ, ഇവളെ ഉണ്ണിയെക്കാളും നല്ലൊരു ഡോക്ടറെ അവൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുക. ഇവളിവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കും ആനപ്പുറത്ത് സ്വർണം. പിന്നെ ഇവിടെ പേരില്ലേ, ഇവിടെ വീട്ടുകാര് ബാങ്കിലിട്ടിരിക്കുന്നത് കോടികളാ. അതും കൂടി ആകുമ്പോ രാജകുമാരന്മാരെ തന്നെ തരപ്പെടുത്തി കൊടുക്കാം. ഞാൻ കഴിവില്ലാത്തവളാ. എന്റെ വീട്ടുകാർക്കും വലിയ സ്ഥിതിയൊന്നുമില്ല. കണ്ണേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെയാ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. എന്നാൽ ആ ജീവിതത്തിലേക്ക് ഞാൻ കയറി വരുമ്പോ ഇവിടെ അവളുണ്ടായിരുന്നു, കാർത്തു. കയറി വന്നപ്പോ കാർത്തിരുന്നവള് വെളുത്ത് മദാമയെ പോലെയായി. എന്നിട്ട് അവള് നല്ല പിള്ള ചമയുന്നു. പോയി ചാണകമാരടി. അങ്ങനെയെങ്കിലും നിന്റെ ദേഹം ഒന്ന് കറക്കട്ടെ. ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തോളാം. അത് അമ്മ എനിക്ക് പറഞ്ഞു തരണ്ട. അപ്പച്ചി പോലെ അവക്കൊരു കൂസലില്ലല്ലോ അപ്പച്ചി. അതൊക്കെ എന്റെ മൂത്ത മകന്റെ കഴിവുകേടാ. അമ്മയെ എതിർത്തിട്ടായാലും അവൻ കെട്ടിയോളെ പ്രോത്സാഹിപ്പിക്കും. ഇവളുടെ ഈ സ്വഭാവം മാറാൻ കുറച്ച് സമയമെടുക്കും. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കും. എന്താ മോളെ? ഒരാള് ജയിലിലേക്ക് പോയെങ്കിലും വീട് ഭരിക്കുന്നത് ഇപ്പോഴയാളുടെ ഭാര്യ. ഇന്ന് അവിടെ ആർക്കും ഒരു റെസ്പെക്ട് ഇല്ലമ്മേ.
ഉണ്ണി, നീ സ്വപ്നം കാണാത്ത മുതലാ നീ ആവശ്യപ്പെടാതെ നിനക്ക് ഞങ്ങൾ തന്നത്. ഒരു കാറ്, അത് കല്യാണത്തിന് മുമ്പ് തന്നു. പിന്നെ ഒരു ആശുപത്രിയും വാങ്ങിച്ചു തന്നു. പിന്നെ പൊന്നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കണക്കും നോക്കിയിട്ടില്ല. പുതിയതായിട്ട് വാങ്ങിച്ചതും ലോക്കറിൽ ഇരുന്നതും എത്രയാണെന്ന് തൂക്കി തിട്ടപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എന്റെ മോളുടെ പേരിൽ നല്ലൊരു എമൗണ്ട് ഫിക്സഡും ഉണ്ട്. ഈ ചെയ്തതൊന്നും വിളിച്ചു പറയുമല്ല. ഇതൊന്നും വിളിച്ചു പറയരുതെന്ന് എന്റെ മോളെയും ഭാര്യയും ഞാൻ ഓർമ്മിപ്പിക്കേ. പക്ഷേ മോന്റെ ഏട്ടത്തെ ആ തരക്കാരിയല്ല, അവള് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ആ അനാഥയും. രണ്ടും പുറമേ ഒന്ന്, അകമേ മറ്റൊന്ന്. താനീ ഓന്തിന്റെ ഗണത്തിൽ പെടുത്താം. പുറമേ വെളുപ്പും അകമേ കറുപ്പും. ഇപ്പോ ഇടയ്ക്കും മുറയ്ക്കും ആ പപ്പൻ അവിടെ വരുന്നുണ്ടെന്നാ അപ്പച്ചി പറഞ്ഞത്. എന്നോട് കനകേച്ചി അത് പറഞ്ഞായിരുന്നു. കുടുംബത്തെ നിർത്താൻ കൊള്ളാത്ത പെണ്ണുങ്ങളാ ഉണ്ണി അതൊക്കെ. നിന്റെ ഏട്ടൻ ജയിലിൽ നിന്ന് വരുന്നത് വരെ അവളാ തറവാട്ടി കഴിഞ്ഞാ ഭാഗ്യം. ഏടത്തി അത്ര കാര്യമൊന്നുമല്ല. ഞാൻ ഡോക്ടറായ എന്റെ അനന്തരവനെ മകളുടെ ഭർത്താവാക്കുക മാത്രമല്ല ചെയ്തത്, നിനക്ക് വേണ്ടി ഈ ആശുപത്രിയും വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടിയാ? നീ വല്ലവരുടെയും ആശുപത്രിയിൽ പോയി ശമ്പളത്തിന് ജോലി ചെയ്യാൻ പാടില്ല. പകരം മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. അവർക്ക് ശമ്പളവും കൊടുക്കണം. അതിന്റെ സുഖമൊന്നു വേറെ തന്നെയാ എന്റെ മോനെ. എന്റെ മോളെ ഭരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വിജിത മോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതൊക്കെ കണ്ടില്ലാന്ന് നടിച്ച് അവളുടെ കൂടെ നിൽക്കണം. ഞാൻ അങ്ങനെ നിൽക്കൂ. അവളെ ഒരിക്കലും വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല. അതെനിക്കറിയാം. പിന്നെ കോടികൾ എന്റെ മരുമോന് വേണ്ടി ഞാൻ ചെലവിടുമ്പോ അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. എന്നാ പിന്നെ മോമ്പ എല്ലായിടവും നമുക്കൊന്ന് നോക്കി കാണാം. വാ. പിന്നെ കുറച്ച് മസിൽ പിടിച്ചോണം. ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കരുത്. അല്ല, സീനിയർ ഡോക്ടേഴ്സിനൊക്കെ കാണും. എല്ലാരും അല്ല, ചിലര്. ദേ ഇങ്ങോട്ട് നോക്കി. ഓർമ്മയായപ്പോ മുതൽ കാർത്തു നിന്റെ പെണ്ണാന്ന് കണ്ണൻ ഉണ്ണിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തതാ. എന്നിട്ട് എന്തായി? അവസാനം അവളെ അവൻ വിട്ടുകളഞ്ഞില്ലേ? അതിപ്പോ ഒരു കുറ്റായി പോയോ? അയ്യോ, അതല്ല പറഞ്ഞത്. ആണുങ്ങളുടെ കാര്യം അങ്ങനെയാ. എപ്പോ വേണേലും തല മറന്ന് എണ്ണ തേക്കാം, എങ്ങോട്ട് വേണേലും ചായ. അതിനു മുമ്പ് നീ അവളെ പുകച്ച് പുറത്ത് ചാടിച്ച പിന്നെ അങ്ങനെ ഒരു സാധനത്തെ പേടിക്കണ്ടല്ലോ. കേക്കയാ മോളെ കേക്കാൻ സുഖം അല്ല ഉണ്ണിക്കുട്ടാ? അല്ല, പേരന്റെ പേരിലാണെങ്കിലും ആശുപത്രി നിന്റെ പേരില്ല. MD ഉണ്ണിക്കുട്ടനും. ഓ, അപ്പൊ നമ്മള് പുറത്ത്. അങ്ങനെ നിന്നെ പുറത്താക്കിയ നീ എന്റെ നടുമ്പുറം നോക്കി ഇടിക്കത്തില്ലയോടി? ഈ വീട് ഉൾപ്പെടെ മറ്റു പലതും നിന്റെ പേരില്ല. അതും നീ മറക്കണ്ട. എന്നാ പിന്നെ മോൻ കുളിച്ചിട്ട് ഹോസ്പിറ്റലൊക്കെ പോയതല്ലേ, കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിരിക്കും. ചെല്ലുമോനെ. എടുത്തു വെച്ചിരിക്കും. ചെല്ലുമോനെ. ഇനിയിപ്പോ നീ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് അവൻ പ്രതികരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അവന്റെ വീട്ടിൽ ചെന്ന പരമാവധി അലമ്പിക്കോ. ഒരിക്കലും പവിത്രയ്ക്കും കാർത്തുവിനും സ്വസ്ഥത കൊടുക്കരുത്. പിന്നെ മറ്റവന് ജയിൽ പുള്ളിന്ന് സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങ് വിളിച്ചോ. നീ വടി കടുപ്പത്തിലൊരു ചായ കുടിക്കാം. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു മറുപടിയാ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പിന്നെ വെറുതെ ചോദിച്ചതാ. ഞങ്ങളിപ്പോ വന്നത് അതേപ്പറ്റി ഒന്ന് സംസാരിക്കാനല്ല കണ്ണേട്ടാ. ബാങ്കിൽ കുറച്ചു നാളായിട്ട് ലോൺ എടുത്തതിന്റെ ഇൻസ്റ്റാൾമെന്റ് ഒന്നും അടയ്ക്കുന്നില്ലല്ലോ.
ഇപ്പോ ജപ്തി ചെയ്യുന്നൊക്കെ പറയുന്നേ. ഉണ്ണിക്ക് വേണ്ടിയാ എല്ലാം പണയപ്പെടുത്തിയത്. അവൻ വലിയ ആളായിട്ട് തിരിച്ചു വരുമ്പോ കടം വീട്ടൊന്നായിരുന്നു പ്രതീക്ഷ. ഇപ്പോഴും അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഉണ്ണിയേട്ടൻ വിജിത പറയുന്നതേ കേക്കൂ. അവളും അവളുടെ അച്ഛനും കൂടെ വില കൊടുത്ത് വാങ്ങിയ കളിപ്പാട്ടമല്ലേ അവൻ. പിന്നെ കേട്ടല്ലേ പറ്റൂ. നോക്കിയിട്ട് വേണം മോക്ക കൊടുക്കാൻ. നീ ഡോക്ടർ ആയതുകൊണ്ട് രുചി വ്യത്യാസമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അവിടെ ആരും അങ്ങനെ മനഃപൂർവ്വം ഭക്ഷണം മോശമാക്കാറില്ല. എന്റെ ഉണ്ണിക്കുട്ട, കെട്ടിയോൻ ജയിലിൽ കിടക്കുന്നതിന്റെ കലിപ്പുമായിട്ട് നിൽക്കുന്നവളാ പവിത്ര. അതുകൊണ്ട് അവൾ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. ആ സത്യം, എന്റെ നാവ് പൊന്നാ, ഉള്ളതേ പറയൂ. അമ്മയാ? എടുക്ക്. അമ്മേ. എടാ മക്കളെ, നമ്മുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്തോണ്ട് പോകാൻ പോകുവാന്ന് പറയുന്നു കേട്ടു. എന്തുവാ ചേച്ചി കേൾക്കുന്നേ? എനിക്ക് അറിയില്ല കരുണ. ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാതെ ഇവൻ പിന്നെ എന്തോ ചെയ്യുമായിരുന്നു. ചേച്ചി പേടിക്കണ്ട, വീട് പോയാലും ചേച്ചിക്ക് കയറി കിടക്കാൻ ഒരിടം ഉണ്ടാവും. വഴിയാധാരമാകാൻ പോകുന്നതേ വലിഞ്ഞു കയറി വന്നവരാ. 2 എണ്ണം കാലെടുത്ത് വെച്ചു, അതിനുശേഷം ഇഴുമ്പേറിയിട്ടില്ല. ആദ്യം മോളും മരുമോനും പോയി, പിന്നെ 2നെയും കൂട്ടിക്കൊണ്ടു വന്നവൻ ജയിലിലുമായി. ഇപ്പത് കിടപ്പാടവും പോകാൻ പോന്നു. പോട്ടെ ചേച്ചി, അതോടെ ആ ദോഷവും ഒഴിഞ്ഞു പോകുമല്ലോ. ആ ഭാഗ്യദോഷികളെ പിന്നെ കാണണ്ടല്ലോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ ചേച്ചി. ശരി. ഒരു അംഗീകരിക്കുന്ന വഴി. ഭാഗ്യമുണ്ടെങ്കിൽ ഇനി ആ വീട്ടിലുള്ളവരെല്ലാം അടിമകളാവും. നിങ്ങളുടെ 2 ആളുടെ. കാര്യങ്ങളൊക്കെ ഏത് ദിക്കിലേക്കാ പോകുന്നതെന്ന് നോക്കാം. അതാ ഒരു പ്രയാസം. ഞാൻ എന്റെ ഭാഗം പറഞ്ഞതാ. ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. കണ്ണൻ ജയിലിൽ നിന്ന് വരാതെ കാർത്തുവിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്ന ആള് കാർത്തൂന് കേവലം അവളെ രക്ഷിച്ച ഒരാൾ മാത്രമല്ല, അവൾക്ക് കണ്ണൻ ദൈവത്തിന് തുല്യമാ. അതുകൊണ്ട് ജയിലിൽ നിന്ന് ആള് പുറത്തു വരാതെ കാർത്തൂവിന്റെ ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും കാണില്ല. അവളൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കുകയില്ല. സ്വർണം കണ്ടിട്ടില്ലാത്തവളുമാർക്കൊക്കെ പണ്ടോ പണോ മോടി വസ്ത്രങ്ങളോ ഒക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു കണ്ണൻ. പിന്നെ ലോൺ അടയ്ക്കുന്നതൊക്കെ സമയാസമയത്ത് നടക്കുവോ? അമ്മ എന്താ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? ഉണ്ണിയെ പഠിപ്പിക്കാനാ എല്ലാം പണയപ്പെടുത്തിയത്. ഓ, പപ്പിക്കാൻ പണയപ്പെടുത്തിയെന്ന് നീയും നിന്റെ കെട്ടിയനും അകത്തിരിക്കുന്നവളും അങ്ങനെയേ പറയത്തുള്ളൂ. ഡേ, പറമ്പില് കായ്ഫലമുള്ള തെങ്ങെത്രയുണ്ടടി? വർഷം തോറും എത്ര ചാക്കുന്നല്ലാടി വിൽക്കുന്നത്? പറമ്പിൽ നിന്ന് കിട്ടുന്നതും പശുവിന്റെ പാലും ഒക്കെ ദേ പുഴയിൽ ഒഴുക്കുവാണോടി? പിന്നെ കടയിൽ നിന്ന് കിട്ടുന്നതോ? ആഹാ, എല്ലാം കേട്ടോണ്ട് ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ? ആഹാ, അല്ലെങ്കിൽ ഇവൾ കൊളിഞ്ഞു നോട്ടം ഇച്ചിരി കൂടുതലാ. അതെ, നിങ്ങൾ വാതിലും ജനലും ഒക്കെ നന്നായിട്ട് അടച്ചിട്ട് വേണം അതിനകത്തിരിക്കാൻ. വാ ഉണ്ണേട്ടാ. കണ്ണേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നോ? എന്താടി സംസാരിച്ചാല്? ഞാൻ അവന്റെ അമ്മയാ. പിന്നെ എനിക്ക് പറയാനുള്ളത് മോന്തയ്ക്ക് നോക്കി പറഞ്ഞാൽ. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒന്നിച്ച്. എന്റെ നന്ദനമോളെ മാത്രമല്ല കണ്ണേട്ടൻ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് മോളെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്.
പപ്പയെ കൊണ്ട് ജപ്തി ഒഴിവാക്കണമെങ്കിൽ കാല് പിടിക്കണം. എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന നിങ്ങളുടെ ഏട്ടത്തി വന്ന് എന്റെ കാല് പിടിക്കണം. അവര് മാത്രമല്ല, അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയ ആ അനാഥേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഉരുളക്കുപ്പേരി പോലെയാ മറുപടി പറയുന്നേ. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഏതാണ്ടൊക്കെ തൊലച്ചുപോലും. കുട്ടികളെ പഠിപ്പിക്കുന്നതേ കുടുംബക്കാരുടെ കടമയാ. അതിനെ ഇങ്ങനെ ഉയർത്തിക്കാട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്താ പഠിച്ചുകൂടായിരുന്നോ? അയാളുടെ തലക്കകത്തെ ആൾ താമസമില്ല. അതുകൊണ്ടാണ് അയാള് പാടത്തും പറമ്പിലും പശുവിനെ കറക്കാനൊക്കെ ഇറങ്ങിയത്. അതെല്ലാം ഉണ്ണിയേട്ടനോട് അവകാശപ്പെട്ടതാ. അതിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനായി മാറ്റിവെച്ചത് അയാളുടെ ഔദാര്യമല്ല, ഉണ്ണിയേട്ടന്റെ അവകാശം. നീ പറയുന്നൊക്കെ ശരിയാ. പക്ഷെ ഈ വീടും ഈ കണ്ട സ്വത്തുക്കളും കൈവിട്ടു പോകാൻ പാടില്ല. കൈവിട്ടു പോകാൻ പാടില്ലെങ്കിൽ പറയുന്നത് കേൾക്കണം. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടും പറയുന്നത് കേൾക്കണം. അടിമകളെപ്പോലെ നിൽക്കണം. അങ്ങനെയെങ്കിൽ പപ്പയോട് ഞാൻ പറഞ്ഞു നോക്കാം. കുടുംബനാഥനില്ലാതിരുന്ന ഇതാ മോളെ അവസ്ഥ. പിന്നെ തോന്നിയ പടിയായിരിക്കും വീടിന്റെ പോക്ക്. അവള് പറഞ്ഞു, കരണമാമയോട് പറഞ്ഞ് ജപ്തി നടപടികൾ ഒഴിവാക്കാമെന്ന്. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. ഞാൻ നിർബന്ധിച്ചു. ഞങ്ങളെല്ലാം ജനിച്ച തറവാടല്ലേ, അത് ബാങ്കുകാർ കൊണ്ടുപോകുന്നതിൽ എനിക്കും വിഷമമില്ലെന്ന് കരുതണ്ട. കാല് പിടിക്കണമെന്ന് പറഞ്ഞു അവളുടെ. ഭർത്താവ് ഭാര്യയുടെ കാല് പിടിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് പോകാൻ വിജിതമോളും കരണനും പറയുന്നത് അനുസരിച്ച് ജീവിച്ചോണം. നിനക്ക് പടഭണ്ഡാരം പോലത്തെ ഒരു ആശുപത്രി ഇട്ട് തന്നവനാ കരണൻ. അതുകൊണ്ട് അവര് പറയുന്നതൊക്കെ കണ്ണും പൂട്ടി അനുസരിച്ചോണം. അവളുമാരേതെങ്കിലും അമ്പലനടയിൽ പോയിരിക്കട്ടെ, അവിടെ ഇരുന്ന് പട്ടിണി മാറ്റാലോ. ചോദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂട്ടിക്കൊണ്ടുപോയ എനിക്കും എന്റെ വീടിനും ഭാരമാവില്ലാന്ന് തോന്നി. ഭാര്യ എന്ന ആളെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ, അല്ലാതെ വിവാഹശേഷം ഭാര്യയുടെ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാന്നുള്ള ധാരണയൊന്നുമില്ല. എന്നെ വഴക്ക് കേൾപ്പിക്കാതെ ഇയാൾ ഇയാളുടെ പാട് നോക്കി പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പാടുപെടുവോ? സാറിനൊന്നും തോന്നരുത്. മോളിപ്പോ ആകെ ഒരു മരവിപ്പില്ല. ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയില്ല. ഉണ്ണി പഠിച്ച് വലിയ ആളായപ്പോ അവഗണന കാട്ടി. അതിനു പകരം മറ്റൊരാൾ വന്നൊന്ന് കരുതിയാ മതി. അല്ലെങ്കിൽ ദൈവം അയച്ചു എന്ന് ചിന്തിച്ചാ മതി. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. ഒരു ട്രാൻസ്ഫർ വന്ന ഇവിടുന്ന് പോവേണ്ടി വരും. അങ്ങനെ പോകുമ്പോ കാർത്തും കൂടി കൂടെ വേണമെന്നുണ്ട്. നല്ല കുറച്ച് ആൾക്കാർ എനിക്ക് ബന്ധുക്കളായിട്ട് വേണമെന്നുണ്ട്. പിന്നെ കരയിക്കരുത്. നീയും നിന്റെ പെണ്ണും അധികപ്പറ്റായി കരുതുന്നവരെ. ഞാൻ ആരെയും അധികപ്പറ്റായിട്ട് കരുതിയിട്ടില്ല. കരുതരുത്. നീ ഇഷ്ടപ്പെട്ട ജീവിതം നീ തെരഞ്ഞെടുത്തു. നീ നേടേണ്ടതൊക്കെ നേടി. ഞാൻ ജയിലിൽ നിന്ന് വരുന്നവരെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരുടെ കണ്ണ് നിറയരുത്. അവരെ കഷ്ടപ്പെടുത്തരുത്. അത്രയും മതി എനിക്ക്. ബാക്കിയൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു.
ഡാ, ഇന്നത്തെ കാലത്ത് ഫാമിലി സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല. ഈ കാർത്തു എന്ന് പറയുന്ന പെൺകുട്ടി അനാഥയാ. നിന്റെ ഏട്ടത്തെയാണെങ്കിലോ കണ്ണേട്ടന്റെ കൃപ കൊണ്ട് തറവാട്ടിലോട്ട് വന്നു വരും. അപ്പൊ അവരൊക്കെ നിന്നെയും നിന്റെ വൈഫിനെ അനുസരിക്കണം. വിജിതയുടെ അച്ഛനാണ് ജപ്തി ഒഴിവാക്കാൻ പോകുന്നത്. ആ ബോധ്യമുള്ളവര് വിജിതയുടെ മുമ്പിൽ ഒന്ന് താന്നു കൊടുക്കുന്നുണ്ട്. എന്താ കുഴപ്പം? അങ്ങനെയുള്ള സന്ദർഭത്തില് അമ്മയും വിജിതയും അവരെ എന്തെങ്കിലും പറഞ്ഞാല് നീ പ്രതികരിക്കാനൊന്നും പോകരുത്. നിന്റെ അമ്മ പറയുന്നത് ശരിയാടാ. കാർത്തൂന്റെയും നിന്റെ ഏട്ടത്തിയുടെയും ദോഷം കൊണ്ടാ കണ്ണേട്ടൻ ജയിലിലായത്. അതുകൊണ്ട് രണ്ടാളും ആ തറവാട്ടിൽ നിന്ന് പടിയിറങ്ങി പോയാൽ അത് പുണ്യമാണെന്ന് കരുതിയാൽ മതി. കണ്ടറിഞ്ഞ് സഹായിച്ചേനെ. ഇവിടെ കരുണമാമ കുളം തോണ്ടി അടങ്ങുന്നുള്ള വാശിയില. അവിടെ പിന്നെ ഉപകരിച്ചാലും അതിനു മുമ്പ് നന്നായിട്ടൊന്ന് ഉപദ്രവിക്കും. കണ്ണൻ പോയതോടെ നാഥനില്ല കളരിയ ആ വീട്. പിന്നെ കണ്ണന്റെ അമ്മയും കാവിശ്ശേരി കരുണനും ഭാര്യയും മോളും കൂടെ ഒന്ന് ഒത്തുകൂടിയ പിന്നെ പറയണ്ടല്ലോ. അവിടെ ഇരുന്നപ്പോ മനസ്സിനകത്തൊരു ഭയം ഉരുണ്ടുകൂടി. അതാ ഞങ്ങൾ ഓടി വന്നത്. അവസാനം ദൈവം തുണയായിട്ട് വരുമായിരിക്കും. എന്തെങ്കിലും മാർഗം കാണിച്ചു തരുമായിരിക്കും. ശരിയാ, അവര് നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാ എന്ന് കരുതി നമ്മുടെ സ്ഥിതി കൂടി നമ്മൾ ഓർക്കണം. ഒന്നാമത് പഴയ പോലെ വരുമാനമൊന്നുമില്ല. എന്തെങ്കിലും തട്ടുകേട് കിട്ടിയാ ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്റെ ആ സ്വർണം മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് കാർഷിക ലോൺ എടുത്തിരുന്നു. അത് കുടിശ്ശിക വന്നപ്പോ സഹായിച്ചത് കണ്ണനാ. അത് മാത്രമാണോ, നമ്മൾ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിയിട്ട് എത്ര കാലമായിടേ. അതിലൊക്കെ കണ്ണന്റെ പങ്കുണ്ട്. ആ സമയത്തൊന്നും പവിത്ര കണ്ണനെ വിലക്കിയിട്ടില്ല. ചിരിച്ചോണ്ട് നിന്നിട്ടേ ഉള്ളൂ സമ്മതത്തോടെ. പിന്നെ അവർക്കൊരു വീഴ്ച വരുമ്പോ നമ്മൾ സഹായിക്കണ്ടേ? ആ പപ്പേട്ട സഹായിച്ചോ, ഞാൻ എന്റെ സ്വർണം തരില്ല. പെണ്ണിന് സ്വർണത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലടി, മരണം വരെ. മതിലകത്ത് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ദാ ഇപ്പൊ ഓണം വരാൻ പോവല്ലേ. ചിങ്ങമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാ പണിക്കാർക്കും പരിസരവാസികൾക്കൊക്കെ ചാക്ക് കണക്കിന് നെല്ല കണ്ണൻ കൊടുത്തു വിട്ടിരുന്നത്. അതിന് പൈസയും വാങ്ങിയിരുന്നില്ല. പറമ്പിൽ വിളവെടുക്കുമ്പോഴും അങ്ങനെ തന്നെ. അങ്ങോട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങോട്ട് കണ്ണൻ കൈനീട്ട് വാങ്ങിയിട്ടാണല്ലോ. പുഴയുടെ തീരത്താ വീട്. അതുകൊണ്ട് കൃഷി മുഴുവൻ വെള്ളം എടുത്തു. ആ വർഷം പിന്നെ ലോൺ എടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിപ്പോവാൻ. ചുരുക്കി പറഞ്ഞ ജീവിതം അല്ലയില്ലാതെ കടന്നു പോകുമ്പോ ബാങ്കിലെ ബാധ്യതകൾ കൂടുന്ന കാര്യം കണ്ണൻ ചിന്തിച്ചില്ല. അനിയൻ ഡോക്ടറായി വരുമല്ലേ, പിന്നെ എല്ലായിടവും അവൻ ഒരുമിച്ച് അടച്ചോളൂന്ന് പാവൻ ചിന്തിച്ചു. അവിടെ പക്ഷേ അനിയൻ ചേട്ടന്റെ നെഞ്ചത്താണി തറച്ചു. എല്ലാ അർത്ഥത്തിലും. ഞാനിതൊക്കെ സാറിനോട് പറഞ്ഞതാ. പിന്നെ ഇപ്പൊ വന്നത് സാറ് പവിത്രയും കാർത്തൂനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാ. കണ്ടിരുന്നു തന്നെ കാർത്തൂന് ഭർത്താവായിട്ട് വരേണ്ടത്. ചില നേരത്ത് ഓർത്തിട്ടുണ്ട് ഉണ്ണിയുടെ സ്വഭാവം സാറിനെ പോലെ ആയില്ലല്ലോ എന്നുവെച്ചാ പാടത്തെ ചേറ് ദേഹത്ത് പറ്റി പിടിക്കുമ്പോഴും പൊടി തട്ടാതെ വെയില് കൊള്ളിക്കാതെ വളർത്തിയതാ അവനെ. വേറെ വല്ലവരായിരുന്നെങ്കിൽ വെട്ടി കീറിയനെ. എന്നിട്ട് കണ്ണന് ഫലം കിട്ടുന്ന വിളകൾക്ക് അവനെ വളമാക്കിയനെ. ആ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചെറിയ തട്ടുകടയോ മറ്റോ തട്ടിക്കൂട്ടണം. ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിയാനുള്ള അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോ ആ കൃഷി ഓഫീസറോട് എന്ത് പറയണം? അതിന് ഞാനല്ല പറയണ്ടേ, കാർത്തുവാ. മോൾക്ക്
ആണുങ്ങളോട് മൊത്തത്തിൽ വെറുപ്പായി. അല്ല, അതിന് കാരണമുണ്ട്. ഇനിയിപ്പോ അതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടെന്തിനാ? വന്നല്ലോ. രാജകുമാരിയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാ ഈ പറയുന്നത്. ഇനി ഈ തറവാടിന്റെ റാണി വിജിതമോളാ. ജപ്തി ഒഴിവാക്കി. ബാങ്കിൽ കുടിശ്ശിക വന്നതും ഇനി അടയ്ക്കാനുള്ള പണം അടച്ചു. പ്രമാണവും റിലീസ് ചെയ്തു. ഇനി ബാങ്കിൽ നിന്ന് ആരും വന്ന് ശല്യം ചെയ്യില്ല എന്നർത്ഥം. എന്നാ രണ്ടാളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ അതിന് കൃത്യമായ ശിക്ഷ കിട്ടിയിരിക്കും. 3 നേരം വെട്ടി വിഴുങ്ങുന്നതോ? അതിന്റെ കണക്ക് മോള് ചോദിച്ചില്ലല്ലോ. ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്ത് ഇഷ്ടത്തിനങ്ങ് ഉണ്ടാക്കി കഴിക്കല്ലേ. ഇനി സംസാരമില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറയുമ്പോ മറുന്യായം പറഞ്ഞ് എന്റെ വായടപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ദോഷം ചെയ്യും നിങ്ങൾക്ക്. ഒരുത്തി ഒന്നും മിണ്ടാതെ നിൽക്കുക. നീ നിന്റെ മനസ്സിൽ എന്തൊക്കെയാ പറയുന്നെന്ന് എനിക്കറിയാം. അത് അവിടെ തന്നെ അങ്ങ് വെച്ചാ മതി. നാവടക്കി വായി മൂടി നിന്ന രണ്ടിനും കൊള്ളാം. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിജിതയോട് ഇടയാതിരുന്നാ മതി. ഞങ്ങളാണോ ഇടയുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കാര്യങ്ങളൊന്നും എന്റെ കയ്യിലല്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം. നമ്മുടെ കാര്യം കൂടുതൽ പരിങ്ങില്ലായി മോളെ. നീ നോക്കിക്കോടാ. നിന്റെ ഈ അഹങ്കാരത്തിന് കരയാൻ പോകുന്നത് നീ സ്നേഹിക്കുന്നവർ തന്നെയായിരിക്കും. അവര് മാറത്തടിച്ച് നിലവിളിക്കൂടാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നെട്ടോട്ടോ ഓടും. കരുണനോട് കളിച്ച് മതിയാകത്ത നിനക്ക് അത് കാണിച്ചു തരാം.